താഴെയുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഇവിടെ നിന്ന് 4 വീട്ടുകാർ ഇതിനകം തന്നെ മാറി താമസിച്ചിട്ടുണ്ട്. മതിലിൻ്റെ ഒരു ഭാഗം ഇനിയും മഴ ശക്തിപ്പെട്ടാൽ താഴേക്ക് പതിക്കുമോ എന്നൊരാശങ്ക കൂടി വീട്ടുകാർക്കുണ്ട്. 30 അടിയോളം ഉയരത്തിലുള്ള ഒരു കൂറ്റൻ മതിൽ വീടുകൾക്ക് സമീപത്തേക്ക് വീണാലുണ്ടാകുന്ന ഒരു ആശങ്ക അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ദൃശ്യത്തിലുള്ള ഈ വീട്ടുകാർ മതിലിൻ്റെ തൊട്ടടുത്തുള്ളവരാണ്. മതിൽ വീഴുന്നതിന് മുൻപ് വലിയ ശബ്ദമുണ്ടായിരുന്നു. അത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിരുന്നു. തത്സമയം മതിൽ വീഴുന്നത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇവരടക്കമാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുള്ളത്. കൊലായിൽ നിന്നിട്ട് ഒരു ലൈവായിട്ട് കാണാണ് ഇതിങ്ങനെ മതിൽ പൊളിയുന്നത്. അവർ അപ്പം തന്നെ ഭയപ്പെട്ടിട്ട് പെട്ടെന്ന് പ്രഷറൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സ്ഥിതി ഉണ്ടായത്. പിന്നെ ഈ തൊട്ടടുത്ത് വീഴുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആരാണെങ്കിലും ഒന്ന് പകച്ചു പോവുമല്ലോ. മുകളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള. അപ്പോൾ അതിനൊരു സംരക്ഷണ ഭിത്തിയായി കെട്ടിയതാണ് ഈ മതിൽ. ഇവിടെ ഒന്നായിട്ട് ചളി വന്ന് എൻ്റെ വീടിന് 90 വർഷം പഴക്കമുള്ള വീടാണ്. ആ വീടിൻ്റെ ബാക്ക് ഭാഗം പൂർണ്ണമായിട്ടും മണ്ണ് വന്നു മൂടുകയായിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോകാത്ത അവസ്ഥയാണ്. മുറ്റത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റില്ല. നിലവിലുള്ള ആ മതിൽ ഏത് സമയത്തും നിലപ്പത്താൻ വേണ്ടി നിൽക്കുകയാണ്. 4 ജാക്കിൻ്റെ മുകളിലാണ് നിർത്തിക്കുന്ന നിലവിൽ കാണുന്നുണ്ട്. 2 തെങ്ങിൻ്റെ മേലെയും ചാരി നിൽക്കുകയാണ്. ഇനി അത് വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പതിക്കുക. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഇവിടെ ആണ് മാറി താമസിക്കുന്നത്. അവിടെ നിൽക്കാൻ പാടില്ല പറഞ്ഞ ഫയർ സർവീസുകാർ പറഞ്ഞ് അപകടം വരും നിൽക്കണ്ടാണ്. അതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ 3 ദിവസമായി. മഴയുടെ ശക്തി എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറിൽ കുറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ശക്തി വീണ്ടും കൂടും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മഴ വീണ്ടും ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മതിലിൻ്റെ ബാക്കി കൂടി താഴെ ഭാഗത്തേക്ക് പതിച്ചേക്കാം എന്നൊരാശങ്ക നാട്ടുകാർക്കുണ്ട്. 4 വീട്ടുകാർ ഇതിനകം തന്നെ മാറി താമസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചോദിക്കുന്നത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ സമാധാനമായി എങ്ങനെ ഈ താഴ്ന്ന സ്ഥലത്ത് കിടന്നുറങ്ങും എന്നുള്ളതാണ്. പറയഞ്ചേരിയിൽ നിന്ന് ജോം ടിക്കിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.